തന്ത്രി അറസ്റ്റിൽ എന്നുള്ള നിർണായകമായ വാർത്തയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ പ്രധാന പുരോഹിതൻ, ശബരിമല തന്ത്രി കണ്ഠര രാജീവർ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്തയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞ അതേ തന്ത്രിയെ തന്നെ SIT അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്തയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. നവംബർ മാസം ചോദ്യം ചെയ്തപ്പോൾ അന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് തനിക്കൊരു പങ്കുമില്ലെന്ന് പറഞ്ഞ തന്ത്രി ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ള നിർണായകമായ വാർത്ത നൽകാൻ RB സനൂപ് ഉണ്ട്. സനൂപ്, തന്ത്രി അറസ്റ്റിലായിരിക്കുന്നു, എന്താണ് ഏറ്റവും പുതിയ വിവരം? അജി, അങ്ങനെ ഏറ്റവും ഒടുവിൽ ഇതിന്റെ ഏറ്റവും തലപ്പത്തുണ്ടായിരുന്ന ഒരാളെ തന്നെ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. തന്ത്രി കണ്ഠര രാജീവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി അല്പസമയത്തിനകം തന്നെ ഇഞ്ചക്കയിലുള്ള ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിലേക്ക് എത്തിക്കും. ആറ്റിങ്ങലുള്ള ഒരു രഹസ്യ കേന്ദ്രത്തിൽ വെച്ചാണ് തന്ത്രി കണ്ഠര രാജീവരെ ചോദ്യം ചെയ്തു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ അവിടെ നിന്ന് ഈ പ്രത്യേക അന്വേഷണ സംഘം ഇവിടേക്ക് തിരിക്കും. ഇവിടെ എത്തിച്ച് കൂടുതൽ ചോദ്യം ചെയ്യൽ കൂടി ഉണ്ടാവും. മറ്റ് നടപടിക്രമങ്ങൾ കൂടി തിരുവനന്തപുരം ഈ ക്രൈംബ്രാഞ്ചിന്റെ ഇഞ്ചക്കയിലുള്ള ഓഫീസിൽ എത്തിച്ച ശേഷമായിരിക്കും ഉണ്ടാവുക. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ആദ്യം തന്ത്രി കണ്ഠര രാജീവരുടെ മൊഴി രേഖപ്പെടുത്തിയത്. 2019 ഈ സ്വർണ്ണപ്പാളികൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ അന്ന് തന്ത്രിയായിരുന്നു കണ്ഠര രാജീവര്. കണ്ഠര രാജീവരുടെ അനുമതിയോടുകൂടിയാണ് ഇത് കൊണ്ടുപോയതെന്നായിരുന്നു പത്മകുമാറിന്റെ മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് മൊഴി രേഖപ്പെടുത്തിയത്. പക്ഷേ തനിക്ക് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല എന്നുള്ള കാര്യമാണ് അന്ന് തന്ത്രി കണ്ഠര രാജീവർ പറഞ്ഞത്. അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഈ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് എത്തിച്ചതും തന്ത്രി കണ്ഠര രാജീവരാണ് എന്നുള്ള മൊഴിയും പത്മകുമാർ നൽകിയിരുന്നു. ഇത് രണ്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്നത്തെ ചോദ്യം. പക്ഷേ വ്യക്തമായിട്ടുള്ള മൊഴി അന്ന് നൽകിയതില്ല. തുടർന്ന് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് വേണ്ടിയാണ് ഇന്നിപ്പോ പ്രത്യേക അന്വേഷണ സംഘം തന്ത്രി കണ്ഠര രാജീവരെ ചോദ്യം ചെയ്തത്. അതിൽ നിന്ന് തന്നെ ഈ കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അറസ്റ്റിലേക്ക് കടക്കുക എന്നുള്ളതല്ലാതെ മറ്റ് ഒന്നും തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഉണ്ടായിരുന്നില്ല. തുടർന്നാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. എന്തായാലും ഈ പ്രത്യേക അന്വേഷണ സംഘം അത് ഈ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യക്ഷമമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് പോകണം, ഈ ഉന്നതരിലേക്ക് എത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞതിന് ശേഷം ആയിരുന്നു അന്ന് ആദ്യമായി തന്ത്രി കണ്ഠര രാജീവരുടെ മൊഴി രേഖപ്പെടുത്തിയത്. പക്ഷേ ഇപ്പോ അത് അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ഇനി വിശദമായിട്ടുള്ള പല കാര്യങ്ങളും അറിയണം. എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് തന്ത്രി കണ്ഠര രാജീവർക്ക് ബന്ധമുള്ളത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് എത്തിച്ചത് തന്ത്രി കണ്ഠര രാജീവർ തന്നെയാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ വേണ്ടിവരും. ഈ നേരത്തെ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം ഈ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയി തന്നെ പൂജയും മറ്റു കാര്യങ്ങളും നടത്തിയതിന്റെ ചിത്രങ്ങൾ കണ്ഠര രാജീവരുടെ നേതൃത്വത്തിൽ പൂജയും കാര്യങ്ങളും ചെയ്തതിന്റെ ചിത്രങ്ങളടക്കം പുറത്തു വന്നിരുന്നു. അപ്പം ഇതിലടക്കമുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ തന്ത്രി കണ്ഠര രാജീവിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതുണ്ട്. ഈ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട് അത് കൊണ്ടുപോയതിൽ എന്തെങ്കിലും പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ അതും മറ്റുമൊക്കെ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അറിയുന്നതിന് വേണ്ടിയാണ് വിശദമായിട്ടുള്ള ഈ ഒരു ചോദ്യം ചെയ്യലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. എന്തായാലും ഈ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് ഈ പ്രത്യേക അന്വേഷണ സംഘം എത്തി എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. കാരണം ഇപ്പോഴും നമുക്കറിയേണ്ടത് ഈ സ്വർണ്ണക്കൊള്ളയെ ബന്ധപ്പെട്ട് ആരാണ് കിങ് പിന്നായിട്ട് പ്രവർത്തിച്ചത്, ഇതിന്റെ മുഖ്യ കേന്ദ്രം എവിടെയായിരുന്നു, ആരൊക്കെയാണ് എന്നുള്ള കാര്യം മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങൾ, ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, ഉദ്യോഗസ്ഥരടക്കമുള്ളവരെ പ്രത്യേക അന്വേഷണ സംഘം